ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ലൊരു കോളിഫ്ലവർ കുറുമക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന മിക്ക പലഹാരങ്ങളോടൊപ്പവും എന്തിനേറെ നമ്മുടെ എല്ലാം ഇഷ്ട ഭക്ഷണമായ പൊറോട്ടയ്ക്കൊപ്പം പോലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടു ഐറ്റമാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ 500 ഗ്രാം കോളിഫ്ലവർ ആണ് അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് ഈ കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമുള്ള തൂക്കമാണ്. അതുപോലെ ഇത് 30 മിനിറ്റ് വരെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കിയ വെള്ളത്തിൽ ഇട്ടുവെച്ച ശേഷം നന്നായിട്ട് കഴുകി വാരി എടുത്തു വെച്ചിട്ടുള്ളതാണ്. അടുത്തതായി നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാൻ ആവശ്യമായ തക്കാളി. ഇവിടെ നമ്മൾ 2 മീഡിയം സൈസ് തക്കാളിയാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അതോടൊപ്പം തന്നെ 10 കശുവണ്ടി കൂടിയിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ കുറുമക്കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഉദ്ദേശം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിത്തീരുമ്പോഴേക്കും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ എന്നിവ ഇട്ട് കൊടുക്കുക. ശേഷം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒപ്പം ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് എന്നിവ കൂടിയിട്ട് വഴറ്റുക. സവാള നന്നായിട്ട് വഴണ്ട് ഇതുപോലൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച തക്കാളി കശുവണ്ടി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ കശുവണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറിക്ക് ഒരല്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. കശുവണ്ടി വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഈ തക്കാളി കശുവണ്ടി പേസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റാം. തക്കാളിയിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറി തക്കാളി നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരുന്നത് വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇവിടെ ഇപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ട് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കോളിഫ്ലവറും മസാലക്കൂട്ടുമെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 400 ml ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്ത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇവിടെ ഈ അവസരത്തിൽ ഗ്രേവിക്ക് ആവശ്യമായ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല. കാരണം നമ്മൾ ഇതിലേക്ക് അവസാനമായി കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാത്രം ഒരു അടപ്പ് കൊണ്ട് അടച്ച് കോളിഫ്ലവർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 300 ml നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഗ്രേവി കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിലേക്ക് 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം പെരുംജീരകം പൊടിച്ചത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ കോളിഫ്ലവർ കുറുമക്കറി റെഡിയായിട്ടുണ്ട്. ദോശ, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി തുടങ്ങിയ മിക്ക പലഹാരങ്ങൾക്കൊപ്പവും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ച് തന്നെ അറിയണം. പിന്നെ പതിവ് പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.